ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് ആണ്ടുവട്ടത്തിലെ 4-ാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ച, മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ സ്നാപയോഹന്നാന്റെ രക്തസാക്ഷിത്വമാണ് ഈ ഭാഗത്ത് വിവരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ സ്നാപയോഹന്നാൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും മറുവശത്ത് ഹെറോദോസ് എന്ന് പറയപ്പെടുന്ന ദുഷ്ടനായ മനുഷ്യനെ നമുക്ക് കാണാൻ സാധിക്കും, രാജാവിനെ നമുക്ക് കാണാൻ സാധിക്കും. കൃത്യം പാരലായിട്ട് ഈ രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ നമുക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് മർക്കോസ് സുവിശേഷം ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ സംഭവം പറഞ്ഞു തുടങ്ങുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ്. അത് പറയുന്നത് ഇങ്ങനെയാണ്: ഹെറോദോസ് രാജാവ് യേശുവിനെ പറ്റി കേട്ടു. യേശുവിന്റെ പേര് പ്രസിദ്ധമായി കഴിഞ്ഞിരുന്നു. ചിലർ പറഞ്ഞു, സ്നാപയോഹന്നാൻ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് അത്ഭുതകരമായ ഈ ശക്തികൾ ഇവനിൽ പ്രവർത്തിക്കുന്നത്. മറ്റു ചിലർ പറഞ്ഞു, ഇവൻ ഏലിയായാണ്. വേറെ ചിലർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനെ പോലെ ഇവനും ഒരു പ്രവാചകനാണ്. എന്നാൽ ഇതെല്ലാം കേട്ടപ്പോൾ ഹെറോദോസ് പ്രസ്താവിച്ചു, ഞാൻ ശിരച്ഛേദം ചെയ്ത യോഹന്നാൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിന്റെ കുറേയധികം പഠനം സാധ്യതയുള്ള ഒരു വചനഭാഗമായത്. നമുക്ക് അതിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ ഇടദിവസം ആയതുകൊണ്ട് അതിന് ഒറ്റ കാര്യം ചിന്തിക്കുക. ഈ ഭാഗം വായിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വരുന്നൊരു വാക്യമുണ്ട്. വാക്യം ഇതാണ്: കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല. നമ്മളെപ്പോഴും നമ്മളൊരു ഇടതുപക്ഷ വിപ്ലവ രാഷ്ട്രീയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്യമാണത്. കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അത് SFI DYFI അംഗങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്യമായിട്ട് എപ്പോഴും കാണാൻ സാധിക്കാറുണ്ട്. പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ ഉപയോഗിക്കുന്ന വാക്യമാണ്. ചെഗുവേരയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഒന്ന് സെർച്ച് ചെയ്യാൻ നമുക്ക് മനസ്സിലാവും, യഥാർത്ഥത്തിൽ ഇത് ചെഗുവേരയുടെ ഒറിജിനൽ വാക്യമല്ല. ഇത് 1952 ഏർണസ്റ്റ് ഹെമിംഗ്വേ എഴുതിയ ദ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന് പറയപ്പെടുന്ന പുസ്തകത്തിലെ വാക്യമാണ്. എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ്. എ മാൻ ക്യാൻ ബി കിൽഡ് ബട്ട് നോട്ട് ഡിഫീറ്റഡ് എന്ന് പറയുന്ന വാക്യം. ഡിസ്ട്രോയിഡ് എന്ന വാക്കിനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ഒരു മനുഷ്യനെ നശിപ്പിച്ചു കളയാൻ സാധിക്കും, പക്ഷേ അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇതാണ് ആ വാക്യം. മെഡ്ഗാർ എവേഴ്സിന്റെയും ചെഗുവേരയുടെ ഒക്കെ പേരിൽ അറിയപ്പെടുന്ന ഇതിൻ്റെ ഒരു വകഭേദമുള്ളൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: യു ക്യാൻ കിൽ എ മാൻ ബട്ട് യു കനോട്ട് കിൽ ഹിസ് ഐഡിയാസ്. യു ക്യാൻ കിൽ ആൻ ഐഡിയ എന്ന് പറഞ്ഞൊരു വാക്യം കാണുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ചെഗുവേരയുടെ പേരിൽ അറിയപ്പെടുന്ന വാക്യം. മെഡ്ഗാർ എവേഴ്സിന്റെ പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് കൊന്നുകളയുന്ന അറ്റം വരെ പോകാം, പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇത് രക്തസാക്ഷികളെ സംബന്ധിക്കുന്ന വാക്യമാണ്. ഏതൊരിടത്തും, ഏതു രാജ്യത്തും, ഏത് പ്രസ്ഥാനത്തിന് വേണ്ടിയും രക്തസാക്ഷിയായ ഒരാളെ കുറിച്ച് പറയാവുന്നൊരു വാക്യം. അതിൽ ഏറ്റവും മനോഹരമായിട്ട്, ഏറ്റവും ശ്രേഷ്ഠമായിട്ട്, ഏറ്റവും ആപ്റ്റായിട്ട് ഒരു ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാൾക്ക് വേണ്ടി പറയാവുന്ന വാക്യം: നിനക്കവനെ കൊല്ലാം, പക്ഷെ അവനെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം അവനെ ജനം ഏറ്റെടുക്കാൻ പോവുകയാണ്. അവൻ ജനങ്ങളുടെ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെടാൻ പോവുകയാണ്. രക്തസാക്ഷിത്വം, ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഓരോരുത്തരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. അഗാത്തയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, ജോൺ ബ്രിട്ടോയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു, പോൾ മിക്കിയും അനുചരന്മാരെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ഗോൺസാലോ ഗാർസിയയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രക്തസാക്ഷികളാണ്. ഇതിനപ്പുറം ഗീവർഗീസിനെയും സെബസ്ത്യാനോസിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഇവരൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ടവരാ, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടവരാ. പക്ഷേ അവരെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അവരിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഗീവർഗീസും സെബസ്ത്യാനോസും ഒക്കെ, പൗലോസും പത്രോസും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ മണ്ണോട് മണ്ണായി മാറുന്നു, പക്ഷേ ലോകാവസാനത്തോളം ഇവർ ഈ ഭൂമുഖത്തിലുണ്ടായിരിക്കും. അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഏതൊരു പ്രസ്ഥാനത്തിനെയും രക്തസാക്ഷികൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്ന വാക്യമാണെന്ന് പറഞ്ഞാൽ പോലും ഇത് ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളെ കുറിച്ച് ആപ്റ്റാണ് എന്ന് പറയാവുന്നൊരു വാക്യം. ഇത് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഈ ഹെറോദിയ നിമിത്തം തടവിലാക്കപ്പെട്ട സ്നാപകനെ ഹെറോദോസ് പേടിച്ചിരുന്നു എന്ന് പറയുന്നൊരു വാക്യമുണ്ട്. അതിന്റെ കാരണമായിട്ട് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാണ്: കാരണം ഹെറോദോസ് അവനെ നീതിമാനും വിശുദ്ധനുമായി പരിഗണിച്ചിരുന്നു. നീതിമാനും വിശുദ്ധനുമാണ് സ്നാപകനെന്ന് അറിയാവുന്നത് കൊണ്ട് ഹെറോദോസിന് പേടിയായിരുന്നു. അതുകൊണ്ടാണ് ഹെറോദോസ് ശിരച്ഛേദം ചെയ്ത് അവന്റെ വെട്ടിയെടുത്ത തല തളികയിൽ വെച്ച് കൊണ്ടുവന്നത്
സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഹെറോദോസ് ഇപ്പോൾ പേടിക്കുകയാണ്. അയാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുമോ? കൊന്നു കളഞ്ഞിട്ടും അയാളെ പേടിക്കുന്നു. അയാൾ തിരിച്ചു വരുമോ? അയാളുടെ ആശയങ്ങൾ പേടിക്കുന്നു, അയാളുടെ സാന്നിധ്യത്തെ പേടിക്കുന്നു, അയാൾ തിരിച്ചു വരുമോ എന്ന് പേടിക്കുന്നു. അപ്പൊ അതാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഇന്നും ഈ പറയുന്ന രക്തസാക്ഷികളും ഈ പറയുന്ന വിശുദ്ധന്മാരെയൊക്കെ ഇന്നും എന്നും ക്രിസ്തുവിനെ പേടിക്കുന്നവർ അല്ലെങ്കിൽ ക്രിസ്തുവിനെ എതിർക്കുന്നവർക്ക് പേടിയാണ് അവരെയൊക്കെ. കാരണം ഇവർ മൂലം ഒരേ ക്രിസ്തുവിലേക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുക, അനേക ക്രിസ്തുവിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു പേടിയാണ്. കാരണം അവർ നീതിമാന്മാരും വിശുദ്ധരുമായിരുന്നു. നീതിമാനായി ജീവിക്കുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്നവരെ, അല്ലെങ്കിൽ വിശുദ്ധിക്ക് പരിക്ക് പറ്റിയാൽ വീണ്ടും ഉടനെ തന്നെ ആ പരിക്ക് പരിഹരിച്ചുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുന്നവനെ, നീതിബോധത്തോടു കൂടി ജീവിക്കുന്ന ഒരാളെ സമൂഹം പേടിക്കും, അധികാരികൾ പേടിക്കും, രാഷ്ട്രം പേടിക്കും, അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകൾ പേടിക്കും. അവരെ അങ്ങനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കാം. എന്തുകൊണ്ട് രക്തസാക്ഷികൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ പേടിക്കുന്നുണ്ടാണ് രക്തസാക്ഷികളാക്കുന്നത്, അവരെ കൊന്നുകളയുന്നത്. പക്ഷെ കൊന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവർ പിന്നെയും ജീവിക്കുന്നു, അവരുടെ ആശയങ്ങളിലൂടെ ജീവിക്കുന്നു, ജനഹൃദയങ്ങളിൽ അവർ ജീവിക്കുന്നു, അവരുടെ ആദർശങ്ങളിലൂടെ അവർ ജീവിക്കുന്നു. അവര് രക്തം കൊടുത്ത് സംരക്ഷിച്ചു നിർത്തിയ ആശയങ്ങളിലൂടെ അവർ ജീവിക്കുന്നു, അവരുടെ ജീവചരിത്രങ്ങളിലൂടെ അവർ ജീവിക്കുന്നു, അവരുടെ ജീവൻ പകരുന്ന, തീ പിടിപ്പിക്കുന്ന അവരുടെ വീരോചിതമായ കഥകളിലൂടെ വീണ്ടും വീണ്ടും മനുഷ്യരുടെ ഹൃദയങ്ങളിലേക്ക് അവർക്ക് ചേക്കേറാൻ സാധിക്കുന്നു. അവരിലൂടെ അവർ വീണ്ടും ജീവിക്കുന്നു. ഇവിടെ എല്ലാ രക്തസാക്ഷികളും എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അവിടെ നമ്മൾ ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വെറും രക്തസാക്ഷിത്വമല്ല, മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുമ്പോൾ അത് ദൈവപുത്രന്റെ ബലിയായിരുന്നു. അത് ബലിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ് ഉയർത്തേണ്ടത് സംഭവിച്ചത് നമുക്ക് എന്താ സാധിക്കും. അപ്പൊ ഒരു വെറും രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ചുരുക്കാൻ പറ്റത്തില്ല. രക്തസാക്ഷിത്വങ്ങളുടെ ഉച്ചസ്ഥായിയിലുള്ള മരണമാണെന്ന് പറഞ്ഞാൽ പോലും അത് രക്തസാക്ഷിത്വത്തിനപ്പുറം വലിയൊരു ബലിയായിരുന്നു, മനുഷ്യന്റെ ബലിയായിരുന്നു. ഈശ്വര ഭരണത്തിന്റെ വ്യത്യാസം. പക്ഷെ മറ്റെല്ലാവരുടെ ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. അപ്പം കൊല്ലാം പക്ഷെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്ന വാക്യം നമ്മുടെ മനസ്സിൽ നമുക്ക് കുറിച്ചിടാം. നമ്മളെ എത്രത്തോളം വേണമെങ്കിലും പീഡിപ്പിക്കാൻ സാധിക്കും, അവഹേളിക്കാൻ സാധിക്കും, അടിച്ചമർത്താനായിട്ട് ശ്രമിക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പല രീതിയിലും ഞെരുക്കിക്കളയാൻ സാധിക്കും. ഇപ്പം ഇങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവർ നീതിപൂർവ്വം നിലനിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഡീപ്രൊമോട്ട് ചെയ്യുന്നു, അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ഓണം കയറാ മൂലയിലേക്ക് കൊണ്ടിടുന്നു, അല്ലെങ്കിൽ അവന്റെ സാലറി കട്ട് ചെയ്തുള്ള അവനെ ഞെരുക്കുന്നു, അവനെ ബുദ്ധിമുട്ടിക്കുന്നു. ഇതൊക്കെ ചെയ്യാം, പക്ഷെ അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവനവന്റെ ആശയത്തിൽ തന്നെ നിലനിൽക്കും. നമ്മളുടെയൊക്കെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈ സ്നാപയോഹന്നാന്റെ ഒക്കെ ജീവിതം ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങളുടെ ഒരാളാണ് സ്നാപയോഹന്നാൻ. ബൈബിളിലെ പുതിയ നിയമത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളുടെ ഒരാളാണ് സ്നാപയോഹന്നാൻ എന്ന് പറയുന്നത്. ഈ സ്നാപയോഹന്നാന്റെ വീരോചിതമായ ഹീറോയിക് ലൈഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇതാ, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ആ ഒരു ജീവിത അവസ്ഥയുമായി ബന്ധപ്പെട്ട് നീതിബോധത്തോടു കൂടി നിലനിൽക്കുന്നതിന്റെ പേരിൽ നമ്മൾ എത്ര പേര് പേടിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മഹത്വം എന്ന് പറയുന്നത്, ഗ്ലോറി എന്ന് പറയുന്നത്. അത് നമുക്കുണ്ടോന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. നീതിബോധത്തോടുകൂടി ജീവിക്കുമ്പോഴത്തേക്ക്, ഒരു വികാരിച്ച നീതിബോധത്തോടുകൂടി ജീവിക്കുമ്പം ഇടവയിൽ ഒരുപാട് ശത്രുക്കളുണ്ടാവും. നീതിബോധം ഇല്ലാത്ത ഒരു വികാരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ നീതിബോധം ഇല്ലാത്ത ഒരേ ആൾക്കാർ, അയാളുടെ ബന്ധുക്കൾ, കൂട്ടുകാരായിരിക്കും. അയാൾക്ക് വേണ്ടതൊക്കെ കിട്ടും, എല്ലാ സൗഭാഗ്യം കിട്ടും. പണം വേണോ, പണം കിട്ടും. സൗകര്യങ്ങൾ വേണോ, സൗകര്യം കിട്ടും. വണ്ടി വേണോ, വണ്ടി കിട്ടും. എന്തും കിട്ടും. പക്ഷെ നീതിബോധത്തോട് നിലനിൽക്കുന്ന പേരിൽ ഇവരാരും കൂടെ കാണത്തില്ല. ശത്രുക്കളുടെ ഒരു കൂമ്പാരമായിരിക്കും, പ്രശ്നങ്ങളുടെ ഒരു പ്രളയമായിരിക്കും. പക്ഷേ അവരെ പേടിക്കുന്നുണ്ടാവും. അവര് കർത്താവിന്റെ മുമ്പിൽ ഒരു വില ഉണ്ടായിരിക്കും. അതെല്ലാ ഇടത്തും ആപ്ലിക്കബിൾ ആണ്. തൊഴിലിടങ്ങളിൽ ആപ്ലിക്കബിൾ ആണ്, സ്കൂളിൽ ആപ്ലിക്കബിൾ ആണ്. സ്കൂളിൽ അധ്യാപകർ എല്ലാം ഇങ്ങനെ കോപ്പി അടിച്ച് കുട്ടികളെ, എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള സ്കൂളുകളുണ്ട്. ഇങ്ങനെ ഒരു പുല്ല് ഒരു പുണ്ണാക്കും പഠിപ്പിക്കത്തില്ല എന്ന രീതിയിൽ ഒരു പണിയും എടുക്കാതെ ഇരിക്കുന്ന കുറെ അധ്യാപകര് അവസാനം SSLC പരീക്ഷയ്ക്ക് വരുമ്പോഴത്തേക്ക് കോപ്പി കട്ട് ചെയ്ത് വെൽ അറേഞ്ച്ഡ് ആയിട്ട് ട്രേയിൽ കൊണ്ടുപോയി വെള്ളത്തിന്റെ കൂടെ കൊടുത്തിട്ട് മക്കളെ കോപ്പി അടിച്ച് ജയിക്കുന്നൊക്കെ പറയുന്ന അധ്യാപകരുള്ള സ്കൂളുകൾ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. നമ്മൾ അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുക, നാണമുണ്ടോ? നിങ്ങൾക്ക് പഠിപ്പിച്ചുകൂടായിരുന്നോ? ഇതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നീതിബോധം, സത്യം, ധർമ്മം ഇതൊക്കെ പഠിപ്പിക്കുക. എന്നിട്ട് അവരെ കൃത്യമായിട്ട് പാഠങ്ങൾ പഠിച്ചിട്ടല്ലാതെ ഞാൻ ജയിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജയിക്കണ്ടെന്ന് ചിന്തിക്കാൻ കുട്ടിയെ പഠിപ്പിക്കുക. അത് പഠിപ്പിക്കാൻ പറ്റാത്ത ക്വാളിറ്റി ഇല്ലാത്ത ടീച്ചേഴ്സിന് ഇടയിൽ ക്വാളിറ്റിയുള്ള ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ
അയാൾ അവഹേളിക്കപ്പെടും, അയാൾ ഒറ്റപ്പെടുത്തപ്പെടും, അയാൾ ഞെരുക്കപ്പെടും, അയാൾ സകല പീഡനങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. പക്ഷേ അയാളെ തോൽപ്പിക്കാൻ സാധിക്കില്ല. കാരണം അയാൾ കർത്താവിൻ്റെ പക്ഷത്താണ്, കർത്താവ് അയാളുടെ പക്ഷത്താണ്. ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ ആർക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന വാക്യം നമുക്കിവിടെ ചിന്തിക്കാൻ സാധിക്കും. ഇതെല്ലായിടത്തും ആപ്ലിക്കബിളാണ്. ഒരു ഗവൺമെൻറ് ഓഫീസിനകത്ത് ആപ്ലിക്കബിളാണ്, സമർപ്പിതരുടെ ഇടയിൽ ആപ്ലിക്കബിളാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ ആപ്ലിക്കബിളാണ്. കാരണം കുട്ടികൾ എല്ലാവരും ഇങ്ങനെ കുറെ വൃത്തിയുടെ കാണിച്ച് ജീവിക്കുന്ന കുറെ കുട്ടികളുണ്ട്. ഒരാൾ പറയും ഞാൻ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ഒറ്റപ്പെട്ടെന്നിരിക്കും, അയാളെ എല്ലാവരോടും കളിയാക്കിന്നിരിക്കും. ഒരു പുണ്യാളം മുന്നേക്കുന്നു പറയാൻ, പക്ഷെ അയാളെ തോൽപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അയാൾ ക്രിസ്തുവിൻ്റെ കൂടെ. ഈ ഒരു വാക്യം, സ്നാപകനെ കുറിച്ച് പറയുന്ന ഈ ഒരു വാക്യം നമ്മളുടെ ജീവിതത്തെ തീ പിടിപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കട്ടെ. നമുക്ക് അത്രയും ക്വാളിറ്റി സ്നാപകനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും അതിൻ്റെ 7 ഇരത്തിക്കാനുള്ള 100 ഇരത്തിക്കാനുള്ള ക്വാളിറ്റി ഒന്നും നമുക്കില്ല. പക്ഷെ അതൊരു നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു ചിന്തയായിട്ട് നമുക്ക് ഇതിനെ സ്വീകരിക്കാം. യു ക്യാൻ ഡിസ്ട്രോയ് എ മാൻ ബട്ട് കനോട്ട് ഡിഫീറ്റ്. നിനക്ക് കൊല്ലാൻ പറ്റുന്നിരിക്കും, പക്ഷെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് സ്നാപയോഹന്നാൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടും ഹെറോദോസിന്റെ ഭയം കൊണ്ട് സ്നാപകൻ അവിടെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുക, ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് സ്നാപകന്റെ ആശയങ്ങളിലൂടെ ലോകാവസാനത്തോളം ഈ കഥയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിലനിൽക്കും. നമ്മളെയൊക്കെ നീതിബോധത്തിലും സ്നേഹത്തിലും അല്ലെങ്കിൽ സത്യസന്ധതയിലുമൊക്കെ ബലപ്പെടുത്താൻ വേണ്ടി, തീ പിടിപ്പിക്കാൻ വേണ്ടി ഈ രക്തസാക്ഷികൾ നമ്മളോടൊപ്പം ഉണ്ട്. നമുക്ക് അതിനോടൊത്ത് ജീവിക്കാനുള്ള കൃപയ്ക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.